കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവ് വലിയ അത്ഭുതത്തിൻ്റെ ദിവസം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വചനം പറയുന്നത്, യേശുവിനെ ദൈവം അയച്ചത് നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. കർത്താവ് ഏതെങ്കിലും ഭവനത്തിൽ വന്നാൽ അവിടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. ഈശ്വരൻ എവിടെയുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാകും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളെല്ലാവർക്കും അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ്. പ്രിയ തോമസ് ബ്രദറിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ ഞായറാഴ്ച ദിവസം നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ, കർത്താവേ, ഇന്ന് വചനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരണം, എൻ്റെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യണം എന്ന വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ദൈവവചനം അയക്കപ്പെട്ട വചനം ക്രിയാതെ മടങ്ങത്തില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കർത്താവ് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുവാൻ പോവുകയാണ്. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥനയോടെ ആ വചന ശുശ്രൂഷയിലേക്ക് പോകാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും. പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശുദ്ധനന്ദികെ പരിചോടു ചേരുക, പരിശുദ്ധനന്ദികെ പരിചോടു ചേരുക. ശുദ്ധമാക്ക രക്തത്താലനെ, ശുദ്ധ രക്തത്താലനെ, ശുദ്ധമാക്ക രക്തത്താൽ. ഗ്ലോറി ജീസസ്. ഓ സിദ്ധനാക്കിടുക ആത്മാവിനാലെന്നെ, ദൈവാത്മാവിനാലെന്നെ, സിദ്ധ ആക്കിടുക ആത്മാവിനാലെന്നെ, ദൈവാത്മാവിനാലെന്നെ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, വാഴ്ത്തുന്നേ എന്നേശുരാജനെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ വളരെയധികം പഠിപ്പിച്ച ഒരു കാര്യമാണ് കൊടുക്കുന്നതിനെക്കുറിച്ച്. ഇവിടെ ഭൗതികമായി നമുക്കുള്ള നന്മകൾ ഷെയർ ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതാണ്: ദൈവമക്കൾ ഒന്നിനും മുട്ടില്ലാത്തവരായിരിക്കുകയും മുട്ടുള്ളവർക്ക് ദാനം കൊടുക്കുവാൻ ഉള്ളവരായും തീരണം. ഇതാണ് ദൈവമക്കളെക്കുറിച്ചുള്ള ഭൗതിക കാര്യത്തിൽ മാത്രമുള്ള പദ്ധതിയല്ല, ആത്മീയമായും ഭൗതികമായും ആരോഗ്യപരമായും നമ്മൾ എങ്ങനെയുള്ളവരായി തീരണം? മറ്റുള്ളവരെയും കൂടെ സഹായിക്കത്തക്ക നിലയിൽ നമ്മളാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും വായു തുറന്നെന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ തീരണമെന്നതാണ് ദൈവഹിതം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിന് നമ്മൾ 3 വാക്ക് ഉപയോഗിച്ച്: രോഗം, സൗഖ്യം, ആരോഗ്യം. ഓർമ്മയുണ്ട്? രോഗം, സൗഖ്യം, ആരോഗ്യം. രോഗമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുടന്തൻ മറ്റുള്ളവരിൽ ആശ്രയിച്ച് മറ്റുള്ളവരുടെ തോളിൽ പോകുകയും തൻ്റെ അഷ്ടിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുകയും ചെയ്യുന്ന അവസ്ഥ താൻ രോഗിയായിരുന്നപ്പോൾ അതായിരുന്നു. എന്നാൽ സൗഖ്യമായപ്പോൾ താൻ നരിയാണി ഉറച്ചു, തൻ്റെ നരിയാണി ഉറയ്ക്കുന്ന അവസ്ഥ. എല്ലെന്ന് പറഞ്ഞ സൗഖ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ നരിയാണി ഉറച്ച് എൻ്റെ കാലിൽ നിൽക്കുന്ന അവസ്ഥ. ഇനി മറ്റാരെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട, എൻ്റെ കാര്യം നടക്കുന്നുണ്ട്. ഇത് രോഗവിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തിക വിഷയത്തിലും
ആത്മീയ വിഷയത്തിലും ഇത് സത്യമാണ്. പ്രൈസലോ. മൂന്നാമത്തെ സ്ഥിതിയാണ്, അവൻ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുമ്പോൾ നോക്കുക, 10,000-കണക്കിന് ജനം ഇവൻ്റെ സാക്ഷ്യം കേൾക്കാൻ ഓടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി എന്തായി തീർന്നു? മറ്റുള്ളവർക്കും കൂടെ ഒരനുഗ്രഹമായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ കവിഞ്ഞ് ഒഴുകുന്ന ഒരനുഗ്രഹത്തിൽ നമ്മളാകുന്നതാണ് എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആരും അതിനകത്ത് സംശയിക്കേണ്ട. നമ്മൾ ഈ വേദഭാഗം പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്യങ്ങൾ മറക്കരുത്. 1 തെസ്സലോനിക്കർ 4:11. പ്രൈസ് ലോർഡ്. ഒന്നിനും മുട്ടില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക. ഒന്നിനും മുട്ടില്ലാതിരിക്കണം. എഫേസ്യർ 4:28 നമ്മൾ വായിച്ചു, കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം കൊടുപ്പാനുണ്ടാകണം. അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? മുട്ടുള്ളവർക്ക് ദാനം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാകണം. അത് രേഖപ്പെടുത്തിയത് തോമസ് ഊട്ടി ബ്രദർ അല്ലല്ലോ, പൗലൂസും അല്ലല്ലോ, പിന്നെ ആരാണ് രേഖപ്പെടുത്തിയത്? പരിശുദ്ധാത്മാവ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഉറക്കെ പറഞ്ഞാട്ടെ, മുട്ടുള്ളവർക്കും കൂടെ ദാനം കൊടുക്കുവാൻ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം അത് എല്ലാ ഏറിയയിലും എല്ലാ മേഖലകളും നമ്മൾ പ്രാപിക്കുമ്പോൾ ഒരു 3-4-5 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ കാര്യമാണ് അറിവ്. പറഞ്ഞാട്ടെ, അറിവ്. ഉറക്കെ പറഞ്ഞ അറിവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഉദാഹരണത്തിന്, എനിക്ക് സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകുന്നത്, എൻ്റെ കയ്യിൽ ഭൗതികമായി വർദ്ധിക്കുന്നത്, അത് ഒരു പാപമാണ് എന്ന് കരുതുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. കാരണം എല്ലാ നല്ല കാര്യങ്ങളും തെറ്റായ മനോഭാവത്തോടെ ഉപയോഗിച്ചാൽ അത് അഴുക്കായിത്തീരും. എന്തിന്? അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്ന നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു, അധ്യക്ഷ പദവി ഒരു പുതിയ ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അഹങ്കരിക്കാനും സാധ്യതയുണ്ട്. അത് അധ്യക്ഷ പദവിയുടെ കുഴപ്പമല്ല, വ്യക്തിയുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് വസ്തുവും നന്മയ്ക്ക് ഉപയോഗിക്കാം, തിന്മയ്ക്ക് ഉപയോഗിക്കാം. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് കണക്ഷനുണ്ട്. ഇന്ന് നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ് ഏത്? കുക്കിംഗ് ഗ്യാസ്. എന്നാൽ ആ കുക്കിംഗ് ഗ്യാസ് ഘടിപ്പിച്ചപ്പോൾ അത് ലീക്ക് ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലുണ്ടാകുന്ന വളരെ ഗുരുതരമായ ആപത്തുകളെക്കുറിച്ചും അതിൻ്റെ കമ്പനി നമ്മളെ ഉത്ബോധിപ്പിച്ചിരുന്നു. പക്ഷേ ആപത്തുണ്ടെന്നും കൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തെറ്റായ വശത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് സാമ്പത്തികമായ നന്മകളെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ ഇത് വളരെ അധികം പ്രിക്വേഷൻസ് ഉണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു, അറിവിനകത്ത് ഒന്ന്, ഈ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വലിയ അറിവുണ്ടാകണം. ഒന്നാമത്തെ അറിവുണ്ടാകേണ്ടത്, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവഹിതമാണ്. ഉറക്കെ പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. അതിനുള്ള വാക്യങ്ങൾ പലതവണ നമ്മൾ കേട്ടു. മുട്ടുള്ളവന് ദാനമായി കൊടുക്കാനുണ്ടാകണം. എൻ്റെ മുട്ട് മാറണം. അതൊരു അറിവാണ്. പക്ഷെ പലപ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് എവിടുന്നോ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ടീച്ചിങ് വന്നു. തെറ്റിദ്ധാരണകൾ മാറിയാലേ ശരിയായ ധാരണ അകത്ത് വരത്തുള്ളൂ. അകത്ത് ശരിയായ ധാരണ ഉണ്ടെങ്കിലേ അതിനൊക്കെ അനുഗ്രഹം പ്രാപിക്കാനൊക്കത്തുള്ളൂ. നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവർ പറയാ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. കേൾക്കാത്ത ഒരു അനുഗ്രഹം, അറിയാത്ത ഒരു അനുഗ്രഹം പ്രാപിക്കാനൊക്കത്തില്ല. ഉറക്കെ പറഞ്ഞാട്ടെ. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എൻ്റെ ശരീരത്തിൽ വന്ന രോഗം ദൈവം തന്നതാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ രോഗസൗഖ്യം എന്നൊരു പ്രൊവിഷൻ ഞാൻ എപ്പോഴെങ്കിലും നേടിയെടുക്കുമോ? ഇല്ല. പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷകളും കൃപാവരങ്ങളും പ്രവചനവും എന്ന് വേണ്ട എന്തെല്ലാം കൃപാവരങ്ങളുണ്ട്, അതൊക്കെ ഇന്നും ഒരു വിശ്വാസിക്ക് ലഭ്യമാണ്, അവൻ്റെ അവകാശമാണ് എന്നറിയാതിരുന്നാൽ അവനത് ലഭിക്കുമോ? ലഭിക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ അറിയാത്ത അനുഗ്രഹങ്ങൾ വാസ്തവത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തേത് അറിവ്. ഉറക്കെ പറഞ്ഞ അറിവ്. ഒന്നാമത് അറിയേണ്ടത് എന്താണ്? അറിവിനകത്ത് ആദ്യത്തെ ഭാഗം ഏതാണ്? എല്ലാ ദൈവ നന്മയും എനിക്ക് ദൈവം വെച്ചിട്ടുള്ളതാണ്. ഉറക്കെ പറഞ്ഞേ. ആത്മീയം പറഞ്ഞേ. ആത്മീയം, ഭൗതികം, ശാരീരികം, ഈ എല്ലാ മേഖലകളിലും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അറിവിനകത്ത് രണ്ടാമത്തെ കാര്യമാണ് അതിൻ്റെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം കുഴപ്പങ്ങൾ കൊണ്ടുവരാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ചിലർ ദൈവഭക്തി ആദായ സൂത്രമെന്ന്
വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറയുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തത് ആയിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. അപ്പം അവിടെയെല്ലാം ദ്രവ്യത്തിൻ്റെ തെറ്റായ വശങ്ങളാണ് പറയുന്നത്. അതേ വചനത്തിൻ്റെ മറ്റൊരിടത്താണ് പറയുന്നത്, മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകണം. ഇപ്പം ചില വിചാരം ഇന്ന് രാവിലത്തെ ഭക്ഷണം ഉണ്ടായി അത് മാത്രം മതി എന്ന് വെക്കാനാ. ചില വാക്യങ്ങൾ അങ്ങ് ലിറ്ററലി അങ്ങ് എടുക്കും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ഒരു വാക്യം മാത്രം എടുത്താൽ പോരാ, അപ്പുറം വേറെ വാക്യങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അറിയണം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അഴുക്ക് ചിന്താഗതികൾ കൊണ്ട് അത് അഴുക്കായി വരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമേ പറയാം, പണത്തിൻ്റെ കാര്യത്തിൽ ഷെയർ ചെയ്യപ്പെടാത്ത എൻ്റെ കയ്യിൽ ലഭിക്കുന്നതെല്ലാം ഞാനായി തന്നെ സ്വരുക്കൂട്ടി. ദൈവം നമുക്ക് തരുന്നത് മുഴുവൻ നമുക്കുള്ളതല്ല. പഴയ നിയമ ന്യായപ്രമാണപ്രകാരം പോലും ഞാൻ ഓർപ്പിച്ചല്ലോ, അരികു തീർത്ത് വയൽ കൊയ്യരുത്, കാല പെറുക്കരുത്, അത് അനാഥനും പരദേശിക്കുമുള്ളതാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിൻ്റെ വയലിൽ വിളഞ്ഞ, നിൻ്റെ പോക്കറ്റിൽ വന്ന, നിനക്ക് കിട്ടിയ ശമ്പളത്തിൽ ഒരു ഭാഗം നിൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അറിയണം, വേറൊരു ഭാഗം രാജ്യനിർമ്മിതിക്കുള്ളതാ വചനം പഠിക്കുമ്പോൾ. അതാണ് കരം കൊടുക്കാൻ പറയുന്നത്. വേറൊരു ഭാഗം ദൈവവേലയ്ക്കുള്ളതാണ്, വേറൊരു ഭാഗം കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. ആകയാൽ എൻ്റെ കയ്യിൽ ലഭിച്ച പണത്തിൻ്റെയും കൃപാവരങ്ങളുടെയും വചനത്തിൻ്റെയും ഉടമയല്ല ഞാൻ. ഉറക്കെ പറഞ്ഞേ, ഞാൻ ഉടമയല്ല. അതിന് ദൈവവചനം പറയുന്ന നല്ലൊരു വാക്കുണ്ട്, നിങ്ങളെ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ശുശ്രൂഷകർ സഭയുടെ ഉടമകളല്ല, ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുവാൻ, അതിനെ നോക്കി നടത്തുവാൻ, മാനേജ് ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ടവരാ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. ഉടമയായിരുന്നെങ്കിൽ എന്ത് ചെയ്യണ്ട? കണക്ക് ബോധിപ്പിക്കണം. നമ്മുടെ സമയത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കണം, നമ്മളെ ഏൽപ്പിച്ച ആടുകളുടെ കണക്ക് ബോധിപ്പിക്കണം, നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് കണക്ക് ബോധിപ്പിക്കണം. അടുത്തിരിക്കുന്നതോട് പറഞ്ഞിട്ട്, നിങ്ങൾ ഉടമയല്ല, നിങ്ങൾ ഗൃഹവിചാരകന്മാരാ. യു ആർ സ്റ്റുവേർഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തോന്നിയ പോലെ ജീവിക്കാനൊക്കത്തില്ല, എനിക്ക് തോന്നിയ പോലെ പണം ചെലവഴിക്കാനൊക്കത്തില്ല, എനിക്ക് തോന്നിയ പോലെ എൻ്റെ കൃപാവരങ്ങൾ ഉപയോഗിക്കാനൊക്കത്തില്ല. ഞാനതിൻ്റെ നല്ല ഗൃഹവിചാരകനാ. ആ നല്ല ഗൃഹവിചാരകനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം തരും, നമുക്ക് ലഭിച്ചത് എങ്ങനെ ഉപയോഗിക്കണം. എൻ്റെ സമയം പോലും ഞാൻ മാനേജ് ചെയ്യണം. വെറുതെ സമയം കളയാനൊക്കത്തില്ല. പ്രവർത്തിക്കണം, വീട് നോക്കണം, ഞാൻ പഠിക്കണം, ഞാൻ വചനം വായിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം കൊടുക്കണം, എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ സമയം കൊടുക്കണം. ടൈം മാനേജിങ് ദൈവവചനം പഠിപ്പിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ഭൗതിക നന്മകൾ മാനേജ് ചെയ്യുന്ന എങ്ങനെയെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളൊരു നല്ല മാനേജരാ. വീണ്ടും 1-2 പേരോട് പറഞ്ഞാട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച സ്റ്റോർ ഹൗസ് ചെറുതല്ല, ദൈവത്തിൻ്റെ പണ്ടികശാല മാനേജ് ചെയ്യുന്നവരാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പണ്ടികശാലയാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ് നമ്മൾ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അറിവ്, എല്ലാവരും പറഞ്ഞ അറിവ്. ഞാൻ എന്തറിയണം? 1, ഈ നന്മകൾ എനിക്കുള്ളതാണ്. 2, സ്തോത്രം, അതിന് തെറ്റായ ഒരു വശം ഉണ്ട്. അത് ദ്രവ്യത്തിൻ്റെ തെറ്റായ വശമാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങൾ തെറ്റായിട്ട് എനിക്ക് ഉപയോഗിക്കാം, അത് ഞാൻ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അറിയേണ്ട മറ്റൊരു കാര്യം, എൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ ക്രൂശാണ്. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം. ഈ വചനം നമ്മൾ പലതവണ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത് വചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ സമ്പന്നനാകാൻ യേശു ദരിദ്രനായി. ഉറക്കെ പറഞ്ഞാട്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. യെരുശലേമിലെ സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ ബുദ്ധിമുട്ടുന്ന സഭയ്ക്ക് ഭൗതികമായി ഷെയർ ചെയ്യുവാൻ തീത്തോസ് എന്ന് പറയുന്നയാൾ ഒരു ദ്രവ്യശേഖരം, ഒരു കളക്ഷൻ നടത്തി ആദിമ സഭകളിൽ. അതിന് പൗലൂസ് അനുവദിച്ചു. അങ്ങനെ പൗലൂസിൻ്റെ അപ്പോസ്തലൻ്റെ അനുവാദത്തോടെ ആ ദൈവദാസൻ എന്ത് ചെയ്യാണ്? സഭയ്ക്കകത്ത് ഒരു ശുശ്രൂഷ ചെയ്ത്. അപ്പോൾ കൊരിന്ത് സഭയോട് അതിന് മുമ്പത്തെ വർഷം തന്നെ അവർ തീരുമാനങ്ങൾ എടുത്തെങ്കിലും അവർ ഇതുവരെ നൽകിയില്ല. അപ്പോൾ പൗലൂസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങൾ മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെ അറിയാതിരിക്കരുത്.
എന്നിട്ട് വായിക്കണം, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സന്തോഷ സമൃദ്ധി. ഉറക്കെ പറഞ്ഞ സന്തോഷ സമൃദ്ധി. അപ്പൊ സമൃദ്ധി പൈസയ്ക്കകത്തല്ല ആദ്യം വരണ്ടേ, പിന്നെ എവിടാ സന്തോഷം? എന്തോത്തിന് സന്തോഷം? കൊടുക്കാനുള്ള സന്തോഷം. ചുരുക്കി പറഞ്ഞാൽ മക്കതോന്യ സഭ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ അവരായിരുന്നു സമൃദ്ധർ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവർക്ക് ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. എന്താണ്? ഞങ്ങളുടെ അടുത്തുനിന്ന് മാത്രം എന്നാ പിരിവെടുക്കാത്ത? ചിലർ പിരിവെന്ന് കേൾക്കുമ്പോൾ ഓടുമ്പോൾ ഇവർ പിരിവിൻ്റെ പുറകെ ഓടുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചിലപ്പോൾ ഞങ്ങളുടെ 1 രൂപ ഉള്ളായിരിക്കും, ബ്രദറെ ഇതുകൂടെ സ്വീകരിച്ചേ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ ചിലപ്പം 10 രൂപ ഉള്ളായിരിക്കും, ഇതുകൂടെ സ്വീകരിച്ചേ ഒക്കത്തുള്ളൂ. കാരണം ഞങ്ങൾ സാമ്പത്തികത്തിൽ മാത്രം അല്ല ഞങ്ങളുടെ സമ്പന്നത, ക്രിസ്തുവിൻ്റെ ഒരു ഹൃദയം ഞങ്ങൾക്കുണ്ട്. ആ ക്രിസ്തു ഹൃദയത്തിൽ ഞങ്ങൾ സമ്പന്നരാ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ബ്രദറെ സിസ്റ്ററെ, ബ്രദറിൻ്റെ സമ്പന്നത ബാങ്കിലല്ല, പറഞ്ഞാട്ടെ, ATM കാർഡിലല്ല, വസ്തുവിലല്ല, പേഴ്സിലുമല്ല, അത് ഹൃദയത്തിലാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ സമ്പന്നത വന്നാൽ പോക്കറ്റിലൂടെ സമ്പന്നത തരും. എന്താണെന്നറിയാമോ? എങ്കിലേ യഥാർത്ഥത്തിൽ സമ്പന്നനാകുള്ളൂ. ഒരു സമ്പന്നൻ എന്ന വാക്കിനൊരു ഡെഫിനേഷൻ ഞാൻ പറയാം. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ സമ്പന്നൻ എന്ന ഒരാളെക്കുറിച്ചേ പറഞ്ഞുള്ളൂ, ദൈവത്തെക്കുറിച്ച്. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നന്. അപ്പം ഏത് കാര്യത്തിനും കൊടുക്കണമെങ്കിൽ കൈ വേണ്ടേ? അപ്പോൾ സമ്പന്നനാകണമെങ്കിൽ എന്ത് വേണം? സമ്പന്നൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ 2. 1 കയ്യിലുണ്ടായിരിക്കണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, പക്ഷെ കയ്യിലുള്ളതുകൊണ്ട് സമ്പന്നനാകില്ല. കൊടുക്കാൻ മനസ്സൂടെ വേണം. അവരാണ് ദൈവവചനം പറയുന്ന സമ്പന്നൻ. കോടിക്കണക്കിന് ഏക്കർ ഉണ്ടായത് കൊണ്ടോ കോടിക്കണക്കിന് പണം ബാങ്കിൽ കിടക്കുന്നത് കൊണ്ടോ പൊൻവെള്ളി നാണയങ്ങളുള്ളവനെയോ വചനം സമ്പന്നൻ എന്ന് പറയുന്നില്ല. കൊടുക്കാൻ, ഷെയർ ചെയ്യുവാൻ മനസ്സുള്ളവരാണ് സമ്പന്നർ. സമ്പന്നരാക്കുന്ന കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സോ കർത്താവ് നമ്മളെ സമ്പന്നനാക്കാൻ ദരിദ്രനായി. ഏതിലൊക്കെ ദരിദ്രനായി? സാമ്പത്തികത്തിലും ദരിദ്രനായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സമ്പന്നനായിരുന്നത്, ദരിദ്രനായത് ക്രൂശിലാണ്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ഓർപ്പിച്ചു. കർത്താവ് ഈ ലോകത്ത് ദരിദ്രനായിട്ട് പിറന്നു എന്ന് പറയുന്നവരുണ്ട്. യേശു ദരിദ്രനായിട്ടല്ല പിറന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു രാജാവായി പിറന്നു. മത്തായി സുവിശേഷം 2:5 പറഞ്ഞു, രാജാവായി പിറന്നവനെവിടെ? ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആൾ രാജാവാണ് പിറന്നത്. പിതാവാം ദൈവം നക്ഷത്രമൊക്കെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. 2 ഇലുമിനേഷൻ ബൾബല്ലിട്ട്, പിന്നെ ഏതാണ് ഇട്ടത്? സ്റ്റാർ അവൻ്റെ മുകളിൽ വർദ്ധിച്ചു. പക്ഷെ അവനെ സ്വീകരിച്ചവർ സാമ്പത്തികമായി ദരിദ്രനായിരുന്നു. തൻ്റെ അമ്മ മറിയ ഈ കുഞ്ഞിനെ സമർപ്പിക്കാൻ, ആട്ടിൻകുട്ടിയെ കൊടുക്കാനില്ലെങ്കിൽ കുറുപ്രാവിനെ കൊണ്ടുവരാന്. അമ്മ ദരിദ്രയായിരുന്നു. താൻ വന്നു പിറന്ന സാഹചര്യം ദരിദ്രമായിരുന്നു. ഇന്ന് യേശുവിനെ സ്വീകരിച്ച ദൈവമക്കളോട് ഞാൻ പറയാം, നീ ജനിച്ച വീട് ചിലപ്പം ദരിദ്രമായിരിക്കും, പക്ഷെ നിന്നിൽ പിറന്നവൻ ദരിദ്രനല്ല. വീട്ടുകാർ നിനക്ക് തന്നത് കീറ്റുശീലയായിരിക്കും, അപ്പൻ നിന്നെ കൊണ്ട് കടത്തിയത് ആട്ടിൻ തൊഴുത്തിലായിരിക്കും, പക്ഷെ നിന്റെ അകത്ത് വന്നവൻ ദരിദ്രനല്ല. നീ വന്നതോടെ അവസ്ഥ മാറും. നിന്നിൽ അവൻ വന്നതോടെ അവസ്ഥ മാറിയേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്നെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദരിദ്രരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞാനോ ഇല്ലല്ലോ. അപ്പോൾ യേശു ദരിദ്രനാണോ? അല്ല, ഇങ്ങനെ പറഞ്ഞാൽ പറയാം, ഞങ്ങൾ ദരിദ്രന്മാരെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ പരിചയപ്പെടുത്തി തന്നെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കല എൻ്റെ ജോലി. ഓ, എൻ്റെ കർത്താവ് ദരിദ്രനല്ലാത്തതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, നിത്യതയിലും അവൻ ദരിദ്രനല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 33.5 വർഷം അവൻ ദരിദ്രനല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഇരിക്കുന്നതും ദരിദ്രനായിട്ടല്ല, ഇനി വരാൻ പോകുന്നതും ദരിദ്രനായിട്ടല്ല. 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ
അവൻ മാത്രം അമർത്യതയുള്ളവൻ, രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്. സർവ്വദൂതന്മാരും അവനെ വണങ്ങണം. ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഒരു ദരിദ്ര മനോഭാവത്തോടുകൂടെ ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടുന്ന ഒരു വ്യക്തിയായിട്ടല്ല നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നത്. അനേകർക്ക് വാരി കൊടുക്കുന്ന ഒരു വ്യക്തിയായി ദൈവം നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും കണ്ടിരിക്കുക. വെളിപ്പാടുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. നിങ്ങൾ എവിടെയൊക്കെയാണോ കഴിഞ്ഞ നാളുകളിൽ തകർന്നത്, എവിടെയൊക്കെയാണോ അപമാനിക്കപ്പെട്ടത്, ആരുടെ മുമ്പിലാണോ നിങ്ങൾ പരിഹാസപാത്രമായത്, യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളൊരു അത്ഭുതമായി മാറും. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരണമെന്ന്, സകലത്തിലും പൂർണ്ണത വരണമെന്ന്, ഞങ്ങളിൽ സകല കൃപയും പെരുക്കുന്ന ഞങ്ങളുടെ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന സ്തോത്രം, സാമ്പത്തികമായ വലിയ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഇനി എങ്ങനെ ഞാൻ കയറും, ഒരു തരത്തിലും കയറാൻ വയ്യാത്ത രീതിയിൽ ഞാൻ തകർന്നു പോയെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നല്ലോ. എൻ്റെ യേശു ഇന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ. ജപ്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ ബിസിനസ് നടത്തി സ്വന്തം നല്ല രീതിയിൽ ബിസിനസ് നടത്തി എന്നാൽ തകർന്നു പോയ ചില വ്യക്തികൾ എന്നെ വളരെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കട്ടെ. ഏത് ബാങ്കാണോ ജപ്തി എന്ന് പറഞ്ഞത്, അതേ ബാങ്ക് അവർക്ക് വീണ്ടും ഒരു അവസരം നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ലോണുകളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. ആ കുടിശ്ശികൾ മാറട്ടെ. ബ്ലേഡുകാരെ ഭയന്ന് ആത്മഹത്യ പോലും ചിന്തിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നല്ലോ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം അവരെ വിട്ടുമാറട്ടെ. അവർക്ക് വേണ്ടി അത്ഭുതം നടക്കട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ രോഗികളായിട്ട് എന്നെ കേൾക്കുന്ന വ്യക്തികൾ, കർത്താവെ, അങ്ങയുടെ അത്ഭുത സൗഖ്യം മാത്രമല്ല, ഇവർ ചെന്ന് കരം വെക്കുമ്പോൾ അനേകർ സൗഖ്യമാകുന്ന രീതിയിൽ അവർ കർത്താവെ ആരോഗ്യമുള്ളവരായി തീരട്ടെ. അവർ സമ്പന്നരായി തീരട്ടെ. അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന വ്യക്തികളായി തീരട്ടെ. കർത്താവെ, അത് ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുക, ഒരു എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ പരസ്യവാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: രോഗിയായി വരൂ, ഡോക്ടറായി മടങ്ങും. ഒരു ഡയബറ്റിക്സിൻ്റെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഒരു രോഗി വന്നാൽ പിന്നെ എങ്ങനെ നിങ്ങൾ നെല്ലിക്ക ജ്യൂസ് കൊടുക്കണം, അങ്ങനെ ഒരു ഡോക്ടറെ പോലെ അവർ പഠിപ്പിച്ചു വിടുക. അതിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആ പരസ്യവാക്യം യേശുവിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. കാരണം യേശുവിൻ്റെ അടുക്കൽ ഒരു രോഗി വന്നാൽ താൻ സൗഖ്യമാകുന്നു മാത്രമല്ല, താൻ പോയി കരം വെക്കുന്നിടത്ത് അത്ഭുത രോഗസൗഖ്യം നടക്കും. ഇന്ന് നിങ്ങൾ പറയും, നിങ്ങൾ രോഗിയാണോ, നിങ്ങളുടെ രോഗം മാറുന്നത് മാത്രമല്ല, നിങ്ങളൊരു ഡോക്ടറാകാൻ പോവുകയാണ്. അത്ഭുത സൗഖ്യദായകൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. യേശു നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. ആ കർത്താവ് അത്ഭുതം നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.